ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇതെൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു ചാനലാട്ടെ, യൂട്യൂബ് ചാനലാണ്. ഓർണമെൻറ്റ്സിൻ്റെ ഔറിക് ബൈ ചിഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബും. പക്ഷേ യൂട്യൂബിൽ ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ എന്ത് വീഡിയോ ഇട്ടാലും അതിന് കോപ്പിറൈറ്റ് വരും. മ്യൂസിക് ഇട്ടാലും ഇല്ലെങ്കിലും വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇടാം. അപ്പോൾ ഞാൻ മലേഷ്യയിലാണുള്ളത്. അപ്പോൾ മലേഷ്യയിലെ കുറേ ഫുഡും പിന്നെ ട്രാവൽ വ്ളോഗും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഷോപ്പിലേക്ക് വന്നു, ഇങ്ങനെ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടുത്തെ പാകിസ്ഥാനി ചെറുക്കുണ്ടാക്കുന്ന തന്തൂരി ചിക്കനും റൊട്ടിയാട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാനിങ്ങനെ പുറത്തൊക്കെ ജസ്റ്റ് നടക്കുക. ഇവിടെ പുറത്തൊക്കെ നടക്കാൻ നല്ല രസമാണ്. നാട്ടിലെ പോലെയൊന്നല്ല. നാട്ടിലൊക്കെ നമ്മൾ 7 മണിയാകുമ്പോഴേക്കും പെൺകുട്ടികളൊക്കെ വീടിൻ്റെ അകത്തല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും പുറത്തായിരിക്കും. ഇവർക്ക് ഫുഡ്, ജ്യൂസ്, ഇതാണ് ഇവരുടെ മെയിൻ ഹോബി. എല്ലാ സ്ട്രീറ്റിലും ഇങ്ങനെ ഫുഡിൻ്റെ ഓരോരോ ഹട്ട് പോലെ ഉണ്ടാവും. ചൈനീസും മലായും തമിഴും അങ്ങനെ എല്ലാവരുടെ ഫുഡുകളുണ്ടാവും. പിന്നെ ഓരോത്തരം വെള്ളങ്ങളുണ്ടാവും, ഓരോ സിറപ്പൊക്കെ ഇട്ടിട്ട് എല്ലാത്തരം ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി വന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതാണ് നമ്മുടെ സെൽവണ്ണൻ നല്ല സ്നേഹമുള്ളതാണ് കേട്ടോ. ഇനി എപ്പോൾ ചെന്നാലും എനിക്ക് ഫ്രഷ് ജ്യൂസാണ് ഉണ്ടാക്കി തരിക. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് വന്ന് ദാഹിച്ചപ്പോൾ ഒരു മിലോ ഐസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ മിലോ കുറേ ഇടും. ചോക്ലേറ്റ് ആണല്ലോ, നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നല്ല കേട്ടോ. അതായത് ചൂടുവെള്ളത്തിൽ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, ഇവർ ഫുൾ ഐസ് ഇട്ടിട്ട് ഉണ്ടാക്കുക. കുടിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അതുകൊണ്ട് തന്ന് ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഫുള്ള് മിലോട്ടേക്കാണ്. നല്ല കെയറിങ് ആണ് ആൾ. പിന്നെ ഫ്രഷ് ജ്യൂസാണ് എപ്പോഴും തരാം. ഇതാണ് നമ്മുടെ ഷാഹിദ് ഭായിയുടെ കൗണ്ടർ. ഇവിടെയാണ് തന്തൂരി റൊട്ടി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അത് കാണാം. ഇവിടെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംസാരം ചിരിയൊക്കെ കേൾക്കും. അത് അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ എന്നും രാത്രി വന്നിട്ട് അവിടെ ഇരിക്കും. 1 മണി 2 മണിയൊക്കെ വരെ അവരിങ്ങനെ സംസാരിച്ചു ടിക്ടോക്കിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാം. അവരുടെ സംസാരമൊക്കെ ആട്ടായി കേൾക്കണേ. അപ്പോൾ ഷാഹിദ് ഭായ് ഇത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ചിക്കൻ ആദ്യം എടുത്ത് വെച്ച് പീസാക്കുകയാണ്. ഇനി അത് ഗ്രില്ലിലോട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഗ്രില്ലിലോട്ട് അടക്കി വെച്ചിട്ട് ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ട് ആ കുഴി പോലത്തെ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന സാധനത്തിലോട്ട് വെക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടോളൂ. ഇനി റൊട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ റൊട്ടിയിൽ നിറയെ ചീസൊക്കെ ഇടും കേട്ടോ. അപ്പോൾ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവൊക്കെ എടുത്ത് വെച്ചു. നല്ല ഈസി ആയിട്ടാട്ടോ പരത്തുക. അത് കാണാൻ തന്നെ നല്ല രസം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ട് വീണ്ടും പരത്തും. ഇതാ ചീസ് നന്നായി ഇടുന്നുണ്ട്. നമ്മുടെ ഈ മോമോസൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെ റൗണ്ടാക്കും. എന്നിട്ട് വീണ്ടും പരത്തും.
ഇനി ഇത് അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കൂട്ട. വെച്ചു സെറ്റായിട്ട് ഇപ്പോൾ എടുക്കും. അതിന് മുകളിൽ നിറയെ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുക്കും. ഇവിടെ ചിക്കൻ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ്റെ മുകളിലും ഈ പരട്ടുന്നത് ബട്ടറാട്ട. പിന്നെ ലെമൺ ജ്യൂസ്. സെറ്റായി, റൊട്ടി സെറ്റായി. ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ജസ്റ്റ് 4 സൈഡും വെട്ടി കൊടുക്കും. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗ്രീൻ ചട്നി ഉണ്ടാവും, പിന്നെ മയനൈസ് ഉണ്ടാവും, പിന്നെ ഈ പാകിസ്ഥാനികളെ തന്നെ ഒരു ദാൽ ഉണ്ടാവും കേട്ടോ. ഇതാണ് ദാൽ. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫുഡ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. Okay. Okay. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് പുഴുങ്ങിയ കപ്പലണ്ടി ആയിട്ടുള്ള ആൾ വന്നു. അപ്പം അത് കുറച്ച് വാങ്ങി കഴിക്കാമെന്ന് വെച്ചു. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇത് എന്നും വരും കേട്ടോ. ഇയാൾ ഇന്ന് രാത്രി വരും. അപ്പം ഞങ്ങൾ വാങ്ങിക്കും. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടുണ്ടാവും. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഒരു 5 രൂപയ്ക്ക് വാങ്ങും, കഴിക്കുകയാണ്. ചൂടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.